സോ കീം 2025 മാനേജ്മെൻറ്റ് സീറ്റ് എങ്ങനെ നേടിയെടുക്കാം, അതേപോലെ തന്നെ മാർക്ക് കുറവാണെന്ന് നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾ ടോപ്പ് കോളേജിലൂടെ എങ്ങനെ എത്താമെന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. ഈ വീഡിയോ കാണുന്ന കുട്ടികൾ മനസ്സിലാക്കുക, നിങ്ങൾ കീം തോറ്റവരാകട്ടെ, ഇനിയിപ്പോൾ കീമിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നേടാൻ പറ്റിയിട്ടില്ല, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ പഠിക്കാൻ പറ്റിയ ടോപ്പ് കോളേജിൽ എത്താൻ പറ്റുന്ന ഡൗൺ ആയിരിക്കുന്ന കുട്ടികളുണ്ട്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഫെയിലായ കുട്ടികൾക്ക്, അതായത് ജസ്റ്റ് ഒരു പ്രൈവറ്റ് കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടില്ല എന്ന്, അത് അലോട്ട്മെൻറ്റ് വഴി കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ്. നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് സീറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കോളേജുകളിൽ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുക? കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സിലുള്ള കോളേജിൽ എടുക്കുക, അവിടെ വിളിച്ചിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കുക. അവസാന കാലത്ത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും ലോ ലെവലായിട്ടുള്ള പ്രൈവറ്റ് കോളേജിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ലോ ലെവൽ കോളേജ് പഠിക്കുന്നതിനും എത്രയോ ബെറ്ററാണ് അത്യാവശ്യം നല്ലൊരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കോളേജിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്രൈവറ്റ് കോളേജിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, ഗൂഗിളിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ മതി, ഒരുപാട് പ്രൈവറ്റ് കോളേജസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോഴേ ആ കാര്യം ചെയ്ത് വെക്കുക. അലോട്ട്മെൻറ്റ് വഴി വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത്രയും പ്രതീക്ഷയില്ലാത്തവരാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, കേരളത്തിൽ തന്നെ നമുക്കറിയാം ടോപ്പ് ഈ കോളേജുകളുടെ പേര് വായിക്കുന്നതിന് ഞാൻ പറഞ്ഞു നിൽക്കുക. കേരളത്തിൽ തന്നെ ടോട്ടലായിട്ട് 12 ഗവൺമെൻറ് കോളേജ് ഉണ്ട്. അതിൽ 9 എണ്ണം ഫുള്ളി ഗവൺമെൻറ്റും അതിൽ 3 എണ്ണം എന്താണ് ഗവൺമെൻറ് എയ്ഡഡാണ്. ഓക്കെ, ആ 3 എണ്ണമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള MA കോളേജ്, TKM കോളേജ്, NSS കോളേജ്. അപ്പോൾ ഇവിടെ എങ്ങനെ അഡ്മിഷൻ എടുക്കാമെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സപ്പ് ബോട്ടുണ്ട്. അത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്തും. ഇവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീമിൻ്റെ കോളേജ് റിവ്യൂസ്, അങ്ങനെ കോളേജ് റാങ്ക് പ്രഡിക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻറോൾ ചെയ്ത് നോക്കുക. 100% ഒന്നും ഷുവർ അല്ല, അത്യാവശ്യം കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ നോക്കുക. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡൊണേഷൻ അടക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ MA കോളേജ്, TKM കോളേജ്, NSS കോളേജിൽ ഒന്നൊക്കെ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ വേണം. ഇല്ലാതെ നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിനാണ് അഡ്മിഷൻ വേണം. ഇപ്പോൾ ഞാൻ പറയാലോ, ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ലാക്സൊക്കെ ആയിരിക്കും ഡൊണേഷൻസ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഓരോ ബ്രാഞ്ചുകളുണ്ട്, നമുക്കറിയാം MEC, ട്രിപ്പിളി, ഏറ്റവും ഡിമാൻഡായിട്ട് പിള്ളേർ പോവുക ഇതാണ് CS ആയിരിക്കും. അപ്പോൾ ഡിമാൻഡ് കൂടുന്ന ബ്രാഞ്ചിന് അതിനനുസരിച്ച് പൈസയും നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡൊണേഷൻസ് കൂടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ആ അഡ്മിഷൻസിലുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് അവിടേക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്ത് പോകും. അപ്പം നിങ്ങൾ ഗൂഗിളിൽ തന്നെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ നോക്കും. അപ്പോൾ ഞാൻ ആരും പ്രസ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് പേര് മെയിലായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, ഏതൊക്കെയാണ് മാനേജ്മെൻറ്റ് സീറ്റ്സ് അവൈലബിൾ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഇനിയിപ്പോൾ എത്ര മാർക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. ഒരുപാട് പേര് കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട്, എനിക്ക് അറിയുന്ന പേരും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, സാധാരണ പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾ ഫീസ് അടയ്ക്കണം 4 വർഷം. അതേപോലെ നല്ലൊരു ടോപ്പായിട്ടുള്ള കോളേജിൽ ഡൊണേഷൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 വർഷത്തിന് ശേഷം നല്ലൊരു പ്ലേസ്മെൻറ്റ്സ് നേടിയെടുക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ നല്ലൊരു കണക്ഷൻസും നല്ലൊരു കോളേജ് അറ്റ്മോസ്ഫിയർ, ഒരുപാട് കാര്യങ്ങൾ അവിടെ നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഈ കോളേജുകളിലൊക്കെ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടായിരുന്നു എന്നറിയാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു.